കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരങ്ങളെ, കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ള ആദ്യത്തെ ഞായറാഴ്ച പുതുഞായറാഴ്ച എന്നാണ് നാം പറയുന്നത്. കർത്താവ് തൻ്റെ ശിഷ്യന്മാർക്ക് 2 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടതായ കാര്യമാണ് ഇന്ന് വിശുദ്ധ ഏവങ്കേലിയായി യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 19 മുതൽ 31 വരെയുള്ള വാക്യങ്ങൾ നാം വായിച്ചത്. കർത്താവിൻ്റെ പ്രത്യക്ഷതയിൽ കർത്താവ് എല്ലാവരോടും ആദ്യമായിട്ട് പറയുന്നത് നിങ്ങൾക്ക് സമാധാനം എന്നാണ്. എന്തുകൊണ്ടാണ് ഈ സമാധാനം ആശംസിക്കുന്നത്? കർത്താവിനെ പിൻപറ്റി നടന്ന എല്ലാവരും കർത്താവിൻ്റെ മരണത്തോടുകൂടെ ഭയമുള്ളവരായി തീർന്നു. കർത്താവ് ഇത്രയും വലിയ പ്രവാചകനായി, അവരുടെ നേതാവായി, അത്ഭുതങ്ങളും അടയാളങ്ങളുമൊക്കെ പ്രവർത്തിച്ചവനായി അവരോടുകൂടെ ജീവിച്ചിട്ട് കർത്താവ് മരിച്ചുപോയി എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം ഭയമുളവാക്കിയ ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ ഹവ്വായുടെ കാലം മുതൽ മനുഷ്യനെ പാപത്തിൽ അടിമത്തത്തിലാക്കിയ ആ വലിയ അനുഭവത്തിൽ നിന്ന് മനുഷ്യൻ രക്ഷ പ്രാപിക്കാനുള്ള മശീഹായായിട്ട് യേശു വന്നിരിക്കുന്നുവെന്ന് വിശ്വസിച്ച അവർ യേശു മുഖാന്തരം രക്ഷയുണ്ടാകുവാൻ കന്യാമറിയാമിൽ നിന്ന് സ്ത്രീകൾക്കുണ്ടായ നിന്ദയെ നീക്കിക്കളഞ്ഞ് രക്ഷിതാവായി മനുഷ്യനെല്ലാം രക്ഷ നൽകുന്നവനായി വന്നപ്പോൾ ആ യേശു മരിച്ചു എന്ന് കണ്ടപ്പോൾ സ്ത്രീകളെ ആകെ കുറ്റബോധമുള്ളവരായി, ഭയമുള്ളവരായി. അതുകൊണ്ട് തന്നെ കർത്താവ് പ്രത്യക്ഷപ്പെടുമ്പോൾ ആദ്യം മഗ്ദലക്കാരി മറിയാമിനാണ് പ്രത്യക്ഷപ്പെടുന്നത്. അത് കഴിഞ്ഞിട്ടാണ് തൻ്റെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുന്നത്. മഗ്ദലക്കാരി മറിയാമിൻ്റെ സന്തോഷത്തിന് കാരണമായി തീർന്നത് മറിയാമയെന്ന് കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ദിവ്യശോഭയിൽ മഗ്ദല മറിയാമിനെ വിളിച്ചതോടുകൂടിയാണ്. തൻ്റെ ഭയമെല്ലാം മാറി കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്ന സത്യം തൻ്റെ ശിഷ്യന്മാരെ അറിയിച്ചു. പക്ഷേ സ്ത്രീകൾ ചെന്നറിയിച്ചതല്ലാതെ ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായില്ല. അതുകൊണ്ട് തന്നെ അന്ന് അധികം താമസിയാതെ തന്നെ ശിഷ്യന്മാർ ഒരുമിച്ച് ഭയം കൊണ്ട് കതകെല്ലാം പൂട്ടിയിട്ടിരിക്കുന്ന സമയം 2 കാര്യങ്ങളുണ്ട്. രക്ഷിതാവ് ക്രൂശിക്കപ്പെട്ടതിലുള്ളതായ ഭയം. രണ്ടാമത് യേശുവിൻ്റെ കൂട്ടുകാരായിരുന്നു എന്നുള്ളത് സത്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തങ്ങൾക്ക് വരാനുള്ളതായ പീഡകൾ എന്തായിരിക്കുമെന്നുള്ളതിനെക്കുറിച്ച് ചിന്തിച്ചു. എല്ലാവരും കർത്താവിനെ തള്ളിപ്പറയില്ലെന്ന് പറഞ്ഞെങ്കിലും എല്ലാവരും കർത്താവിനെ വിട്ടോടിപ്പോയി. പത്രോസ് ലീഹ അവസാനം തള്ളിപ്പറഞ്ഞ് മാറുകയും ചെയ്തു. അപ്പോൾ ഇതെല്ലാം അവരെ ഭയമുളവാക്കി. എന്താണ് ഇനി സംഭവിക്കാൻ പോകുന്നത് തങ്ങൾക്ക്? അവരുടെ മധ്യയാണ് കർത്താവ് അടച്ച വാതിലുകൾ തുറക്കാതെ അകത്ത് പ്രവേശിച്ച് നിങ്ങൾക്ക് സമാധാനമെന്ന് ആശംസിച്ചപ്പോൾ അവരുടെ മനസ്സ് മുഴുവനും സന്തോഷം കൊണ്ട് നിറഞ്ഞു. അവർക്ക് വിശ്വസിക്കുവാൻ കഴിഞ്ഞില്ല. അടച്ചിരിക്കുന്ന വാതിലുകൾ തുറക്കാതെ അകത്ത് യേശു എങ്ങനെ പ്രവേശിച്ചു? യേശുവിൻ്റെ ശരീരവും രക്തവും ഉള്ള ഒരു ശരീരത്തെ കാണുവാൻ, തൻ്റെ ആണിപ്പാടുകൾ കാണുവാനും വിലാപ്പുറവും കുത്തിക്ക് തുളയ്ക്കപ്പെട്ടതെല്ലാം കാണുവാൻ സാധിച്ചത് 3 ദിവസം മുമ്പ് യഹൂദന്മാർ പടയാളികൾ കുത്തി തുളയ്ക്കപ്പെട്ടതായ കാലുകളും വിലാപ്പുറവുമെല്ലാം അതേപടി കണ്ടു എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ അവർക്ക് വലിയ സന്തോഷമില്ല. കർത്താവ് ഉയർത്തെഴുന്നേറ്റു, അവരുടെ സമാധാനമുണ്ടായി. ദൈവസന്നിധിയിൽ
നമ്മുടെ പാപങ്ങൾ മൂലം നമ്മൾ അടച്ചു കളഞ്ഞിരുന്നാലും, നമ്മുടെ ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ വാതിലുകളെല്ലാം ദൈവത്തിന് വിരോധമായി അടച്ചു കളഞ്ഞാലും, ദൈവ അവബോധമുള്ളവനായി ജീവിക്കുന്നുവെങ്കിൽ, ദൈവത്തോടുള്ള ഭക്തിയിൽ നാം തുടർന്നും ജീവിക്കുന്നുവെങ്കിൽ, നമ്മുടെ വാതിലുകളെല്ലാം തുറക്കാൻ ശക്തിയുള്ളവനാണ് ദൈവം. ദൈവം തുറന്ന് നമുക്ക് അനുഗ്രഹം നൽകും. മുടിയനായ പുത്രൻ എല്ലാം നശിപ്പിച്ചു പോയവനാണെങ്കിലും എൻ്റെ പിതാവിൻ്റെ അടുത്ത് ചെല്ലണമെന്നുള്ളവൻ്റെ ഉള്ളിലുള്ളതായ ആഗ്രഹം അവനെ തിരിച്ച് പിതാവിൻ്റെ അടുക്കൽ കൊണ്ടുവരുവാനായിട്ട് സാധിച്ചു. ചുങ്കക്കാരൻ സഖായിയും അതുപോലെ പാപിനിയായ സ്ത്രീയും എല്ലാവരും പാപം ചെയ്തിട്ടുള്ളവരാണ് എങ്കിലും അവരുടെ ഉള്ളിൽ ദൈവത്തെക്കുറിച്ചുള്ള ഭയമുണ്ടായിരുന്നതുകൊണ്ട് അവർക്കെല്ലാം അനുഗ്രഹം ലഭിച്ചു. അവരുടെ ഹൃദയം തുറന്ന് ദൈവം അവരിൽ പ്രവേശിച്ചു. പാപം മുഖാന്തരമുള്ള ഭയം നമ്മളിൽ നിന്ന് മാറണമെങ്കിൽ യേശു നമ്മിൽ പ്രവേശിക്കുവാൻ നമുക്ക് പലതരത്തിലുള്ളതായ വടംവലികൾ മനസ്സിൻ്റെ ഉള്ളിലുള്ളതിനെ മാറ്റി സമാധാനം ഉണ്ടാക്കുവാൻ കർത്താവ് നമ്മിൽ വരും. അതിനുള്ള പ്രത്യാശയോടുകൂടെ നാം ജീവിക്കേണ്ടതാണ് എന്നുള്ളതാണ്. രണ്ടാമത് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഏറ്റവും വലിയതായ സമാധാനം ശിഷ്യന്മാർക്ക് നൽകിയപ്പോൾ തോമാശ്ലീഹ അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ കർത്താവ് വന്നുവെന്ന് തോമാശ്ലീഹായോട് ശിഷ്യന്മാർ പറഞ്ഞപ്പോൾ ന്യായമായ ഒരു ആവശ്യമാണ് താനും പറയുന്നത്. കർത്താവിൻ്റെ ആണിപ്പഴുതുകളും വിലാപ്പുറവും കണ്ടിട്ടാണല്ലോ മറ്റ് 9 പേരും 10 പേരും വിശ്വസിച്ചത്. അതുകൊണ്ട് അതുപോലെ കർത്താവിൻ്റെ കൈകളും കാലും കാണുകയും ഒരു പടി കൂടെ കടന്ന് താൻ അതിൽ വിരലിടുകയും ചെയ്യാതെ വിശ്വസിക്കുകയും കർത്താവിനെക്കുള്ള ഉറ്റമായ ബന്ധം തോമാശ്ലീഹായിക്കുണ്ടായിരുന്നു എന്നുള്ളത് നമുക്കറിയാം. എല്ലാവരും ബഥനിയിലെ ലാസറിനെ ഉയർപ്പിക്കുവാൻ പോകാൻ മടിയായി തീർന്നപ്പോൾ അവനോടുകൂടെ മരിക്കേണ്ടതിന് നാമും പോക എന്ന് പറഞ്ഞ് ശിഷ്യന്മാരെ എല്ലാം വിശ്വാസത്തിൽ ഉറപ്പിച്ചത് തോമാശ്ലീഹായാണ്. തോമാശ്ലീഹായിക്ക് കർത്താവിനുള്ള ഉറ്റ ബന്ധം വളരെ ആഴമായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഉറ്റ ബന്ധം തിരിച്ചെടുക്കുവാൻ കർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവിനെ നേരിട്ട് കാണുവാനുള്ളതായ ആഗ്രഹം അത് കർത്താവ് സാധിച്ചു കൊടുത്ത് വീണ്ടും വന്ന് തോമാശ്ലീഹായോടും പറയുന്നത് നിങ്ങൾക്ക് സമാധാനം എന്താണ്? വീണ്ടും ആ കൈവിരലുകളെ അവിടെ ഇടുവാനും ആണിപ്പഴുതുകളെ കാണുവാനും വിലാപ്പുറത്ത് കൈവച്ചു നോക്കുവാനും ഒക്കെ അനുവാദം കൊടുത്തു. അതോടുകൂടെ തോമാശ്ലീഹായുടെ ഭയം മാറി. തോമാശ്ലീഹ സമാധാനമുള്ളവനായി. യേശുക്രിസ്തുവിനെക്കുറിച്ച് അറിഞ്ഞിട്ടല്ല, പഠിച്ചിട്ടില്ല, വായിച്ചിട്ടല്ല, നേരെ മറിച്ച് യേശുക്രിസ്തുവുമായി വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കുമ്പോഴാണ് നമ്മുടെ വിശ്വാസം ദൃഢമുള്ളതായിത്തീരുന്നത്. ആ വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കുവാനുള്ളതാണ് പ്രാർത്ഥനയും നോമ്പും ഉപവാസവും കുമ്പസാരവും കുർബാനാനുഭവവും എല്ലാം. കൗദാശിക അനുഭവങ്ങളെല്ലാം യേശുക്രിസ്തുവിനോട് വ്യക്തിപരമായ ബന്ധം സ്ഥാപിക്കാനുള്ളതായ മുഖാന്തരങ്ങളാണ്. അതിൽ കൂടെ നാം നടക്കുമ്പോൾ നമ്മുടെ മനസ്സിന് സമാധാനമുണ്ടാകും. ക്രിസ്തു നമുക്ക് നൽകുന്നതായ സമാധാനം ലോകം നൽകുന്നത് പോലെയല്ല. ലോകം നൽകാത്തതായ ഒരു സമാധാനം കർത്താവ് നമുക്ക് നൽകുന്നു. അതിന് വ്യക്തിപരമായ നമ്മുടെ ബന്ധം സ്ഥിരപ്പെടുത്തുവാനുള്ള പരിശ്രമങ്ങൾ നമ്മൾ ചെയ്യണം. മറ്റൊരു കാര്യം കൂടെ നാം ഓർക്കണം. കർത്താവ് ഈ ലോകത്തിൽ വന്നത് യഹൂദന്മാർക്ക് മാത്രം സമാധാനമല്ല, ലോകത്തിന് മുഴുവനായി സമാധാനമാണ്. അതാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ ലോകമെല്ലാം പോയി എൻ്റെ സുവിശേഷം അറിയിക്കണം. വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കൊടുക്കും. അത് കഴിഞ്ഞ് കർത്താവ് പറയുന്നൊരു വാക്കുണ്ട്,
ഞാൻ ലോക അവസാനത്തോളം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കും. ഉയർത്തെഴുന്നേറ്റ കർത്താവിൻ്റെ തിരുസാന്നിധ്യമാണ് സമാധാനത്തിൽ നമ്മളെ നയിക്കുന്നത്. അത് ഒരു കൂട്ടർക്ക് മാത്രമല്ല, ലോകം മുഴുവനായുള്ള സമാധാനമാണ്. ലോകത്തെ മുഴുവൻ സമാധാനം കൊണ്ട് നിറയ്ക്കുവാനായിട്ടാണ് കർത്താവ് വന്നത്. ഇന്ന് നമുക്കറിയാം, എല്ലായിടത്തും സംഘർഷങ്ങളാണ്. സമാധാനത്തിൻ്റെ ചില വെളിച്ചങ്ങളൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാം. പക്ഷേ അതൊന്നും പൂർത്തീകരിച്ചിട്ടില്ല. യേശുക്രിസ്തു നമുക്ക് നൽകുന്ന സമാധാനമാണ്. ഏതായാലും റഷ്യയും ഉക്രൈനുമായുള്ള യുദ്ധത്തിൽ അവർക്കടുത്ത ആഴ്ചയാണ് വിശുദ്ധ കഷ്ടാനുഭവ ആഴ്ച വരും. അതുകൊണ്ട് കഷ്ടാനുഭവ ആഴ്ചയിൽ വെടിനിർത്തലാണ് എന്ന് പ്രഖ്യാപിച്ചു റഷ്യൻ ഓർത്തഡോക്സ് സഭ. നമുക്കറിയാം, റഷ്യയിലെ വളരെ സ്വാധീനമുള്ള സഭയാണ്. അത്രയുമെങ്കിലും അത് സാധിച്ചു എന്നുള്ളത് സഭയുടെ അവിടുത്തെ സാന്നിധ്യം വിളിച്ചറിയുന്നു. അത് കഴിഞ്ഞ് വീണ്ടും തുടങ്ങുമോ എന്ന് നമുക്കറിയില്ല. പശ്ചിമേഷ്യയിൽ സമാധാനത്തിന് അമേരിക്കയും ഇറാനുമൊക്കെ ആയിട്ട് ചർച്ചകൾ നടക്കുന്നുവെന്ന് നമ്മൾ മാധ്യമങ്ങളിൽ കൂടി അറിയുന്നുണ്ട്. ക്രിസ്തു ഇവരുടെ എല്ലാവരുടെയും ഇടയിൽ സമാധാനം വിതയ്ക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കുക മാത്രമാണ് ചെയ്യാനുള്ളത്. നമ്മുടെ പ്രാർത്ഥന മാത്രമാണെന്ന് പറയുമ്പോൾ പ്രാർത്ഥനയാണ് വലിയ ശക്തി. ആ പ്രാർത്ഥന കൊണ്ട് അനേകം ആളുകൾക്ക് രക്ഷ കൊടുക്കുവാൻ ഇടയാകണം. ആയിരക്കണക്കിന് കുഞ്ഞുങ്ങളും സ്ത്രീകളുമെല്ലാം നിർദോഷികളായിരിക്കുന്നവർ രക്തസാക്ഷികളായി തീർന്നിട്ടുണ്ട് ഈ യുദ്ധങ്ങളുടെ ഇടയിൽ. അവരുടെ എല്ലാം രക്തം ഭൂമിയിൽ നിന്ന് നിലവിളിക്കുകയാണ് ലോകത്തിൽ സമാധാനം ഉണ്ടാകുന്നതിന്. അവരുടെ രക്തത്തിൻ്റെ വില കാണുന്ന കർത്താവ് ഭൂമിയിൽ സമാധാനം ഉണ്ടാക്കും, ഈ യുദ്ധങ്ങൾക്ക് അറുതി വരുത്തുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതിനായുള്ള പ്രാർത്ഥന നമുക്ക് ഉണ്ടാകണം. ലോകത്തിന് ക്രിസ്തു നൽകിയ സമാധാനം എല്ലായിടത്തും എല്ലാവർക്കും ഉണ്ടാകുവാൻ, നമ്മുടെ ഹൃദയങ്ങളിലുണ്ടാകുവാൻ, നമ്മുടെ കുടുംബങ്ങളിലുണ്ടാകുവാൻ, എല്ലാ ആളുകൾക്കും, എല്ലാ ജാതിക്കും വംശത്തിനും സമാധാനം ഉണ്ടാകുവാൻ, പ്രകൃതിക്ക് സമാധാനം ഉണ്ടാകുവാൻ ഇടയാവട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.